പ്രൈസ് ലോ എല്ലാ ദൈവമക്കളും സന്തോഷമായിരിക്കുന്നു വിശ്വസിക്കുന്നു. ദൈവമക്കളെ, ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യേണ്ട ഹൃദയത്തിലേക്ക് കർത്താവ് തന്ന ഒരു ചിന്ത, നമ്മുടെ എല്ലാ അനുഗ്രഹത്തിൻ്റെ തടസ്സം എന്താ പറയും? നമ്മുടെ തന്നെ അനുസരണക്കേട. പലപ്പോഴും കർത്താവ് നമ്മോട് സംസാരിക്കുന്ന പല കാര്യങ്ങളും നമ്മൾ ചെയ്യാതെ റിജക്റ്റ് ചെയ്ത് മാനുഷ്യമായ രീതിയിൽ ചില വാതിലുകൾ, ചില വഴികൾ നമ്മൾ തിരഞ്ഞെടുക്കും. ലാസ്റ്റ് എന്ത് സംഭവിക്കും? അതിൽ നിന്നെല്ലാം പരാജയപ്പെട്ട് കരഞ്ഞ് ദൈവസ്ഥലത്തിൽ തിരിച്ചു വന്നു എന്ന് നമ്മളത് പ്രാപിക്കും. ഒന്ന് ചിന്തിക്കണം. ദൈവം പറയുന്നത് അല്ലെ കർത്താവ് പറയുന്ന കാര്യം നമ്മൾ അപ്പം തന്നെ അനുസരിക്കാൻ തയ്യാറാവുകയാണെങ്കിൽ ആ ഒരു വായ്ത്തത്വം അല്ലെങ്കിൽ ആ ഒരു അനുഗ്രഹം നമ്മുടെ കരങ്ങളിൽ പെട്ടെന്ന് തന്നെ ലഭിക്കും. പക്ഷേ നമ്മുടെ സ്വന്തം രീതിയിൽ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ, അത് തിരഞ്ഞെടുക്കുമ്പം ഒരുപാട് കാലതാമസം വരികയാണ്. പക്ഷെ പലപ്പോഴും ആ വരുന്ന കാലതാമസത്തിൽ നമ്മൾ ആരെയാണ് കുറ്റം പറഞ്ഞത്? ദൈവത്തെ തന്നെയാണ് കുറ്റം പറഞ്ഞത്. ഇത് ദൈവം ചെയ്തു തന്നില്ല, കർത്താവ് കണ്ടില്ല, അത് അനുസരിച്ചില്ല എന്ന് പറഞ്ഞ് കർത്താവിനെ പലപ്പോഴും നമ്മൾ കുറ്റം പറയുന്നൊരവസ്ഥ എൻ്റെ നിങ്ങളുടെ ജീവിതത്തിലുണ്ട്. ഈ ദിവസങ്ങളിൽ ആ ഒരു ചിന്താഗതിക്ക് മാറ്റം വരണം. കാരണം നമ്മൾ മനുഷ്യർ പറയുന്നത് ഒരുപക്ഷെ നമ്മൾ അനുസരിക്കും, കേൾക്കും. പക്ഷെ ദൈവം പറയുന്ന കാര്യമാണ് പെട്ടെന്ന് നമ്മൾ കേൾക്കാത്തത്. കാരണം എന്നോട് സംസാരിച്ചത് ശരിയാണോ, ഞാൻ ഈ വഴി പോയത് ശരിയാണോ എന്ന് പറഞ്ഞ് പലപ്പോഴും മാനുഷ്യമായ രീതിയിൽ നമ്മൾ പോവാം. അതിന് വ്യത്യാസം പറഞ്ഞു. ഈ ദിവസങ്ങളിൽ നമ്മുടെ പിതാവ് നമ്മോട് പറയുന്നത് കണ്ണു അടച്ച് വിശ്വസിക്കാൻ തയ്യാറാവുകയാണെങ്കിൽ, അതിലേക്ക് ഒരു സ്റ്റെപ്പ് വെക്കാൻ തയ്യാറാവുകയാണെങ്കിൽ വലിയ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കർത്താവ് ചെയ്യും. അതിന് ഏറ്റവും അനുഗ്രഹിക്കുന്ന ഉദാഹരണമാണ് നമ്മുടെ യോനാപ്പച്ചൻ അല്ലേ. അധികമൊന്നും കരഞ്ഞില്ല, 3 ദിവസമേ കരഞ്ഞുള്ളൂ. പക്ഷെ ആ 3 ദിവസം ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത രീതിയിൽ അയ്യം വിളിക്കാൻ തൊണ്ടിടയായി. അതുകൊണ്ട് ദൈവമക്കളെ ഏൽപ്പിച്ചു കൊടുക്കുക. ഒരു നിലവിളിക്കോ ഒരു കരച്ചിലിനോ നമ്മൾ തന്നെ വഴിയൊരുക്കാതെ ദൈവസന്നിധിയിൽ പറയുന്ന കാര്യങ്ങൾ സമർപ്പിച്ച് നമ്മൾ ഇരിക്കുകയാണെങ്കിൽ ചിരിച്ച മുഖത്തോടെ തന്നെ നമ്മൾ നമ്മുടെ വായ്ത്തങ്ങൾ റിസീവ് ചെയ്യുകയും അല്ലെ അനുഗ്രഹിക്കപ്പെട്ട രീതിയിലായി തീരാൻ കണ്ണിടയാവും. ഒന്ന് മാത്രം അനുസരിക്കുക. അനുസരണം ദൈവരാജ്യത്തിലേക്ക് കടക്കുവാൻ ഏറ്റവും മുഖ്യമായ ഫസ്റ്റ് ഡോർ അനുസരണ എന്നുള്ളതാണ്. അങ്ങനെ തന്നെ പറയാം. ദൈവരാജ്യത്തിലേക്ക് കടക്കുവാൻ ഫസ്റ്റ് വാതിൽ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അനുസരണയാണ്. ദൈവത്തെ അനുസരിക്കുവാൻ, ദൈവസന്നിധിയിൽ അനുസരിക്കുവാൻ എന്ന് തയ്യാറാകുന്നു അന്ന് നമ്മുടെ മുന്നിൽ ആ ഒരു ദൈവിക വാതിൽ ഫസ്റ്റ് തുറക്കപ്പെടും. ഏൽപ്പിച്ചു കൊടുക്കുക, പ്രാർത്ഥിക്കുക. അതിനൊരു ഹൃദയവും നല്ലൊരു ദൈവിക പ്രസൻസ് കിട്ടാൻ വേണ്ടി ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിക്കുക. കർത്താവ് ചെയ്യും. God bless you all.